Realme X സീരീസിൽ പുറത്തിറക്കിയ അവരുടെ ഏറ്റവും പുതിയ സ്മാർട്ട് ഫോണാണ് Realme X7 Max എന്ന സ്മാർട്ട് ഫോൺ. പക്ഷേ അത് ലോഞ്ച് ചെയ്തിട്ട് ഏകദേശം ഒരാഴ്ച കൂടുതലായി. അന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ സാധിച്ചില്ല, കാരണം ലോക്ക്ഡൗൺ ആയതുകൊണ്ട് പ്രോഡക്റ്റ് വന്നില്ല. ഒരുപക്ഷെ അത് വരാതിരുന്നത് നല്ലതെന്ന് തോന്നുന്നു ഇപ്പോൾ, കാരണം അതിൻ്റെ ഒരു സ്പെഷ്യൽ എഡിഷൻ Realme X7 Max മിൽക്കി വേ എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ എഡിഷൻ കളർ വേരിയൻറ്റ് ഇപ്പോൾ Realme പുതുതായിട്ട് ലോഞ്ച് ചെയ്തിരിക്കുന്നു. ആ ഒരു Realme X7 Maxൻ്റെ മിൽക്കി വേ പ്രൈസ് ഒന്നും വലിയ ഡിഫറൻസ് ഒന്നുമില്ല. ആ ഒരു മിൽക്കി വേ എന്ന് പറയുന്ന വേരിയൻറ്റ് ഇപ്പോൾ നമ്മുടെ കയ്യിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതാണ് ആ ഒരു സ്മാർട്ട് ഫോൺ. നോക്കി, കാണാൻ എന്ത് ഭംഗിയാണ് നോക്കി. വളരെ വ്യത്യസ്തമായിട്ടുള്ള കളർ ഗ്രേഡിയൻറ്റുകൾ, പല കളറുകൾ മാറി മാറി നമുക്ക് ഈ ഒരു ഫോണിൻ്റെ ബാക്ക് സൈഡിൽ നിന്ന് നമുക്ക് ആസ്വദിക്കാൻ സാധിക്കും. അത്തരത്തിൽ നമ്മൾ ഈ ഒരു വീഡിയോയിൽ പരിശോധിക്കുന്ന Realme X7 Max മിൽക്കി വേ എഡിഷൻ. ഈ ഒരു ഫോണിൻ്റെ പ്രോസസ്സർ നമ്മൾ സൂക്ഷിച്ച് നോക്കിയാൽ കാണാം, Dimensity 1200 എന്ന് പറയുന്ന മീഡിയടെക്കിൻ്റെ പ്രോസസ്സറാണ്. ഈ ഒരു പ്രോസസ്സറുമായിട്ട് ഇന്ത്യയിൽ ഇറങ്ങുന്ന ആദ്യ സ്മാർട്ട് ഫോൺ എന്ന പ്രത്യേകത അത് Realme X7 Maxന് അവകാശപ്പെട്ടതാണ്. ഈ ഒരു മീഡിയടെക്കിൻ്റെ Dimensity 1200 എന്ന പ്രോസസ്സർ ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ പ്രോസസ്സറാണ്, അല്ലെങ്കിൽ മീഡിയടെക്കിൻ്റെ ഏറ്റവും ഹയർ എൻഡിലെ പ്രോസസ്സറാണ്. അതുതന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ പ്രത്യേകതയും. അതുകൊണ്ട് തന്നെ മികച്ച ഒരു പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനെ Realme അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. ഇതൊരു 5G സ്മാർട്ട് ഫോണാണ്. മാത്രമല്ല 2 സിം കാർഡുകൾ നമുക്ക് ഇതിനകത്ത് ഉപയോഗിക്കും. ആ 2 സിം കാർഡുകളിലും 5G സപ്പോർട്ട് ചെയ്യും എന്നുള്ളതും പ്രത്യേകതയാണ്. അതായത് ഡുവൽ സിം ഡുവൽ സ്റ്റാൻഡ് ബൈ എന്ന ഫീച്ചർ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിട്ടുണ്ട്. മാത്രമല്ല ഇന്ന് ഇന്ത്യയിൽ പുറത്തിറങ്ങുന്ന 5G എന്ന പേരിൽ പുറത്തിറങ്ങുന്ന പല സ്മാർട്ട് ഫോണുകളും അത് ഇന്ത്യയിൽ സപ്പോർട്ട് ചെയ്യുന്നത് 1 അല്ലെങ്കിൽ 2 5G ബാൻഡുകളൊക്കെ മാത്രമാണ്. അവിടെയാണ് Realme X7 Max വേറിട്ട് നിൽക്കുന്നത്. 7 വ്യത്യസ്തങ്ങളായിട്ടുള്ള 5G ബാൻഡുകൾ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യയിൽ സപ്പോർട്ട് ചെയ്യും എന്നുള്ളതാണ് ഈ ഒരു ഫോണിൻ്റെ മറ്റൊരു പ്രത്യേകത. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് സ്മാർട്ട് 5G എന്ന് പറയുന്ന ഫീച്ചർ നൽകിയിട്ടുണ്ട്. അതായത് നമുക്കിപ്പോൾ 5G ഇന്ത്യയിൽ എത്തിക്കഴിഞ്ഞ് നമ്മൾ 5G ഉപയോഗിക്കുമ്പോൾ തന്നെയും നമുക്ക് 5G ആവശ്യമില്ലാത്ത, അല്ലെങ്കിൽ അത്രയധികം വേഗതയുള്ള ഇൻ്റർനെറ്റ് ആവശ്യമില്ലാത്ത സമയങ്ങളിൽ, നമുക്കറിയാം 5G എന്ന് പറയുന്ന അല്പം ബാറ്ററി കൂടുതൽ കൺസ്യൂം ചെയ്യുന്ന ഒരു ഓപ്ഷനാണ്. അപ്പോൾ അത്തരം 5G ആവശ്യമില്ലാത്ത സ്ഥലങ്ങളിൽ ഓട്ടോമാറ്റിക്കായിട്ട് 4Gയിലേക്ക് സ്വിച്ച് ആയിക്കൊണ്ട് ബാറ്ററി കൺസംഷൻ കുറയ്ക്കാനും ഈ ഒരു സ്മാർട്ട് ഫോണിനകത്തുള്ള സ്മാർട്ട് 5G എന്ന ഫീച്ചർ സഹായിക്കും. ഈ ഒരു ഫോണിനകത്ത് Wi-Fi 6 ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. വൈഫൈയുടെ ലേറ്റസ്റ്റ് ഓപ്ഷൻ Wi-Fi 6 ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. അതുപോലെ ഇതിൻ്റെ ഒരു AnTuTu സ്കോർ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ 7 ലക്ഷത്തിലധികമാണ്. ഈ ഒരു 7 ലക്ഷം AnTuTu സ്കോർ മാർക്ക് സൂചിപ്പിക്കുന്നത് ഇതൊരു മികച്ച പെർഫോമർ ആണ് എന്നുള്ളത് തന്നെയാണ്. 6.43 ഇഞ്ചിൻ്റെ സൂപ്പർ AMO LED ഡിസ്പ്ലേ ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഫോണിൻ്റെ സ്ക്രീനിൻ്റെ റിഫ്രഷ് റേറ്റ് മാക്സിമം 120 ഹെഡ്സ് ആണ്. മാത്രമല്ല ടച്ച് സാമ്പിളിംഗ് റേറ്റ് 360 ഹെഡ്സ് ആണ്. അതുകൊണ്ട് തന്നെയും ഗെയിമൊക്കെ കളിക്കുമ്പോഴും അല്ലാതെയും നല്ല ഒരു റിഫ്രഷ് അല്ലെങ്കിൽ ഒരു സ്മൂത്ത്നെസ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഡിസ്പ്ലേയിൽ നിന്ന് ഫീൽ ചെയ്യും. അതുപോലെ തന്നെ ഡിസ്പ്ലേക്ക് HDR 10+ സപ്പോർട്ടുണ്ട്. അതുകൊണ്ട് തന്നെയും നമുക്ക് ഈ ഒരു ഫോണിൻ്റെ ഡിസ്പ്ലേയിൽ നിന്ന് കണ്ടന്റുകൾ നല്ല രീതിയിൽ ആസ്വദിക്കാൻ സാധിക്കും. സാധാരണ ഫോണുകളിലൊക്കെ ആംബിയൻ ലൈറ്റ് സെൻസർ ഉണ്ട്. ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ഡ്യുവൽ ആംബിയൻ ലൈറ്റ് സെൻസറാണ് ഉള്ളത്. അങ്ങനെ ഒരു ഡ്യുവൽ ആംബിയൻ ലൈറ്റ് സെൻസർ സെറ്റപ്പ് നൽകിയിരിക്കുന്നതുകൊണ്ടുള്ള ഗുണമെന്ന് പറയുന്നത് ചുറ്റുപാടുമുള്ള ബ്രൈറ്റ്നസ് ഓട്ടോമാറ്റിക് സെൻസ് ചെയ്തുകൊണ്ട് അതനുസരിച്ചുകൊണ്ട് ഈ ഒരു ഫോണിൻ്റെ ബ്രൈറ്റ്നസ് ഓട്ടോ അഡ്ജസ്റ്റ് ചെയ്യാൻ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് സാധിക്കും. അതുപോലെ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ മാക്സിമം ബ്രൈറ്റ്നസ് എന്ന് പറയുന്നത് 1000 നിറ്റ്സ് ആണ്. അതുകൊണ്ട് തന്നെയും ഔട്ട്ഡോർ വിസിബിലിറ്റിക്കൊന്നും യാതൊരു പ്രശ്നമില്ല. നല്ല ബ്രൈറ്റർ ആയിട്ടുള്ള ഡിസ്പ്ലേ തന്നെയാണ് ഈ ഒരു ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. 4500 mAh ബാറ്ററിയാണ് ഈ ഒരു ഫോണിന് കരുത്ത് പകരുന്നത്. അത് ചാർജ് ചെയ്യാനായിട്ട് 50 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും ഫോണിന് നൽകിയിട്ടുണ്ട്. എന്നാൽ ഫോണിൻ്റെ ബോക്സിനോടൊപ്പം 65 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജറാണ് നൽകിയിരിക്കുന്നത്. വെറും 16 മിനിറ്റ് കൊണ്ട് തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ 50% ചാർജിങ്ങിൽ എത്തിക്കാൻ സാധിക്കുമെന്ന് Realme അവകാശപ്പെടുന്നുണ്ട്. മാത്രമല്ല ഈ ഒരു ഫോണിൽ നിന്ന് റിവേഴ്സ് ചാർജിങ് സപ്പോർട്ടുമുണ്ട്. അതായത് Type-C ചാർജർ ഇവിടെ കണക്ട് ചെയ്തുകൊണ്ട് മറ്റേ എൻ്റെ വേറെ ഏതെങ്കിലും ചെറിയ ഡിവൈസുകളൊക്കെ ചാർജ് ചെയ്യാൻ, അതായത് 2.5 വാട്ട് ചാർജ് ചെയ്യാൻ ഈ ഒരു ഫോണിൽ നിന്ന് റിവേഴ്സ്ലി ചാർജ് പുറത്തേക്ക് എടുക്കാനും സാധിക്കും. മെർക്കുറി സിൽവർ, ആസ്ട്രോയിഡ് ബ്ലാക്ക്, മിൽക്കി വേ എന്നീ 3 നിറങ്ങളാണ് Realme X7 Max ലഭ്യമാവുന്നത്. എന്നാൽ നമ്മളിന്നിവിടെ പരിചയപ്പെടുന്ന മിൽക്കി വേ എന്ന് പറയുന്ന ഈ ഒരു കളർ വേരിയൻ്റ് ഒഴികെ മറ്റ് ആദ്യ 2 കളർ വേരിയൻറ്റും ആൾറെഡി സെയിൽ സ്റ്റാർട്ട് ചെയ്തു. ഈ ഒരു പർട്ടിക്കുലർ കളർ വേരിയൻറ്റ് ഈ വരുന്ന 24-ാം തീയതി, ജൂൺ 24-ാം തീയതി മുതലാണ് ഇതിൻ്റെ ഒരു സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. മിൽക്കി വേ എന്ന് പറയുന്ന ഈ ഒരു കളർ വേരിയൻറ്റിൻ്റെ പ്രത്യേകത, ഒരുവിധമുള്ള എല്ലാ കളറും നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഏത് കളറാണ് ഈ ഒരു ഫോണിൻ്റെ ബാക്ക് സൈഡിലേക്ക് അടിക്കുന്നത് അതനുസരിച്ചുകൊണ്ട് പല കളറിൽ ഇത്തരത്തിൽ മാറി മാറി ഈ ഒരു സ്മാർട്ട് ഫോൺ ഗ്ലോ ചെയ്ത് കാണാൻ സാധിക്കും എന്നുള്ളതാണ് ഈ ഒരു കളർ വേരിയൻറ്റിൻ്റെ പ്രത്യേകത. ഫോണിൻ്റെ ബാക്ക് സൈഡ് പ്ലാസ്റ്റിക് കൊണ്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ബാക്കിൽ ഇതുപോലെ 3 ക്യാമറകൾ നമുക്ക് കാണാം. അതുപോലെ
ഈ ഒരു ഭാഗം ഒരു മാറ്റ് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. എന്നാൽ ഇവിടെ കാണുന്ന ഈ ഒരു സ്ട്രിപ്പ് ഏരിയ എന്ന് പറയുന്നത് ഒരു ഗ്ലോസി ഫിനിഷും കൊടുത്തിരിക്കുന്നു. ഏറ്റവും താഴെ ഇതുപോലെ റിയൽമി എന്നും ഡെയർ ടു ലീപ്പ് എന്നും ഇതുപോലെ ചെറുതാക്കിയാണ് ഇത്തവണ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. ഈ ഒരു സ്മാർട്ട് ഫോൺ വളരെ ലൈറ്റ് വെയ്റ്റ് ആണ്. വെറും 179 ഗ്രാം ഭാരം മാത്രമേ ഉള്ളൂ. അതുപോലെ തിക്നെസ് വന്നിട്ട് 8.4 മില്ലിമീറ്റർ മാത്രം. ഫോണിൻ്റെ വലത് സൈഡിൽ ഇതുപോലെ പവർ ബട്ടൺ കാണാം. പവർ ബട്ടണിൽ ഒരു ഗോൾഡൻ കളറിലെ ഒരു ലൈനിങ് കൂടി കൊടുത്തിട്ടുണ്ട്. താഴെ 3.5 mm ഓഡിയോ ജാക്ക്, മൈക്രോഫോൺ, ചാർജിങ്ങിന് USB Type-C പോർട്ട്, സ്പീക്കർ ഗ്രിൽ. ഇടത് സൈഡിലാണ് വോളിയം റോക്കേഴ്സും സിം ട്രേയും. മുകളിലായിട്ട് ഇത്തരത്തിൽ സെക്കൻഡറി നോയ്സ് ക്യാൻസലേഷൻ മൈക്കും നൽകിയിട്ടുണ്ട്. ഫ്രണ്ട് ക്യാമറ ഫോണിൻ്റെ ഡിസ്പ്ലേയിൽ തന്നെ ഇത്തരത്തിൽ പഞ്ച് ഹോളായിട്ടാണ് നൽകിയിരിക്കുന്നത്. അതും ഒരു ചെറിയ കടുക് മണി വലുപ്പത്തിലാണ് ഇത്തരത്തിൽ ഫ്രണ്ട് ക്യാമറ ഡിസ്പ്ലേയിൽ നൽകിയിരിക്കുന്നത്. ഫോണിന്റെ സിം ട്രേ ഇത്തരത്തിൽ 2 നാനോ സിം കാർഡുകൾ മാത്രം ഇടാൻ സാധിക്കുന്നതാണ്. ചുരുക്കി പറഞ്ഞാൽ എക്സ്റ്റേണൽ മെമ്മറി കാർഡ് ഇടാനാകില്ല. ഫോണിന്റെ ബാക്ക് സൈഡിലായിട്ട് ഇത്തരത്തിൽ 3 ക്യാമറകളാണ് നൽകിയിരിക്കുന്നത്. അതിലെ പ്രൈമറി ക്യാമറ വന്നിട്ട് 64 മെഗാ പിക്സലിന്റെ ഒരു സെൻസറും പിന്നീടുള്ളത് 8 മെഗാ പിക്സലിൻ്റെ ഒരു അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയും 2 മെഗാ പിക്സലിൻ്റെ ഒരു മാക്രോ സെൻസറുമാണ്. ഇതിലെ പ്രൈമറി ക്യാമറയിൽ ഉപയോഗിച്ചിരിക്കുന്ന സെൻസർ എന്ന് പറയുന്നത് സോണിയുടെ സെൻസറാണ്. സോണി IMX682 എന്ന സെൻസറാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. സെൽഫി എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇത്തരത്തിൽ 16 മെഗാ പിക്സലിൻ്റെ ഒരു ഇൻ ഡിസ്പ്ലേ ക്യാമറയാണ് ഈ ഒരു ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. ഫോണിൻ്റെ ക്യാമറ ആപ്പിൽ ഇത്തരത്തിൽ നൈറ്റ് മോഡ്, അതുപോലെ വീഡിയോ, ഫോട്ടോ, പോർട്രേറ്റ്, 64 മെഗാ പിക്സലിൻ്റെ തന്നെ ഫോട്ടോ എടുക്കാനായിട്ട് ഒരു സ്പെഷ്യൽ മോഡ്. മോറിലേക്ക് വന്നാൽ ഇതുപോലെ ഡ്യുവൽ വ്യൂ വീഡിയോ, അതായത് ഫ്രണ്ട് ക്യാമറയും ബാക്ക് ക്യാമറയും ഒരേ സമയം ഉപയോഗിച്ചുകൊണ്ടുള്ള ഡ്യുവൽ വ്യൂ വീഡിയോ, അതുപോലെ സ്ലോ മോഷൻ, ടൈം ലാപ്സ്, മൂവി മോഡ്, എക്സ്പെർട്ട്, പനോഗ്രാഫിക്, ടെക്സ്റ്റ് സ്കാനർ, അൾട്രാ മാക്രോ തുടങ്ങിയവ കാണാം. ഈ ഒരു ഫോണിൻ്റെ ബാക്ക് ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മാക്സിമം 4K റെസൊല്യൂഷനിൽ 60 ഫ്രെയിംസ് പെർ സെക്കൻഡ് വരെയുള്ള വീഡിയോകളും, ഫ്രണ്ട് ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് ഇതുപോലെ ഫുൾ HD 30 ഫ്രെയിംസ് പെർ സെക്കൻഡ് വരെയുള്ള വീഡിയോകളും ഷൂട്ട് ചെയ്യാനാകും. ഗെയിം ഒക്കെ കളിക്കുമ്പോൾ ഫോൺ അഥവാ ഹീറ്റ് ആയാലും വളരെ പെട്ടെന്ന് തന്നെ തണുപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വേപ്പർ കൂളിംഗ് ടെക്നോളജി ഈ ഒരു ഫോണിൽ അത് നൽകിയിട്ടുണ്ട്. പക്ഷേ സാധാരണ ഫോണിൽ വേപ്പർ കൂളിംഗ് ടെക്നോളജി കൊടുത്തിരിക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇതിനകത്ത് സ്റ്റെയിൻലെസ് സ്റ്റീൽ കൊണ്ടുള്ള ഒരു കവറിങ് അത്തരത്തിലുള്ള കോപ്പർ വേപ്പർ കൂളിംഗ് ചേമ്പറിന് നൽകിയിട്ടുണ്ട്. അതായത് ആ ഒരു വേപ്പർ ഒക്കെ വന്നിട്ട് ഒരു കാരണവശാലും ബോർഡിനൊന്നും യാതൊരു പ്രശ്നവും വരാതിരിക്കാനാണ് അത്തരത്തിലൊരു സ്റ്റെയിൻലെസ് സ്റ്റീൽ പ്രൊട്ടക്ഷൻ അത്തരത്തിലുള്ള ഒരു വേപ്പർ കൂളിംഗ് ചേമ്പറിന് നൽകിയിരിക്കുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത്. അതുപോലെ ഈ ഒരു ഫോണിനകത്ത് IPX4 വാട്ടർ റെസിസ്റ്റൻസ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയും ചെറിയ മഴത്തുള്ളികളൊക്കെ പ്രതിരോധിക്കാൻ ഈ ഒരു സ്മാർട്ട് ഫോണിനാകും. ഈ ഒരു ഫോണിനകത്ത് ഡുവൽ ബാൻഡ് വൈഫൈ സപ്പോർട്ട് ചെയ്യും. അതായത് 2.4 GHz, 5 GHz എന്നീ വൈഫൈ ബാൻഡുകൾ സപ്പോർട്ട് ചെയ്യും. അതുപോലെ ഈ ഒരു ഫോണിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് വൈഫൈ 6 ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബ്ലൂടൂത്ത് വെർഷൻ 5.1 ആണ്. NFC സപ്പോർട്ടും ഉണ്ട്. സാധാരണ ഫ്ലാഗ്ഷിപ്പ് ഫോണുകളിലൊക്കെ കാണുന്ന ഒരു ഓപ്ഷൻ ആയിട്ടുള്ള NFC ഫീച്ചറും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് വലിയ കാര്യം. അതുപോലെ വൈഡ് വൈൻ L1 സപ്പോർട്ട് ഉണ്ട്. അതുകൊണ്ട് തന്നെ നെറ്റ്ഫ്ലിക്സിൽ നിന്നൊക്കെ നമുക്ക് ഓൺലൈൻ കണ്ടന്റുകൾ HD ക്വാളിറ്റിയിൽ തന്നെ നമുക്ക് ഇതിനകത്ത് ആസ്വദിക്കാനാകും. മീഡിയടെക്കിൻ്റെ ഡയമൻസിറ്റി 1200 എന്ന പറയുന്ന പ്രോസസ്സർ സ്നാപ്ഡ്രാഗൻ്റെ 870 എന്ന പ്രോസസ്സറിന് ഏകദേശം ഇക്വലൻ്റ് ആണെന്ന് പറയാം. അതുപോലെ ഈ ഒരു സ്മാർട്ട് ഫോൺ 2 RAM വേരിയൻറ്റിലാണ് വരുന്നത്. 8GB 12GB. അതുപോലെ ഇന്റേണൽ മെമ്മറി വന്നിട്ട് 128GB 256GB എന്നീ 2 വേരിയൻറ്റിലാണ് ലഭ്യമാവുക. അതുപോലെ ഈ ഒരു ഫോണിനകത്തുള്ള ഫയൽ സ്റ്റോറേജ് ഓപ്ഷൻ എന്ന് പറയുന്നത് UFS 3.1 ആണ്. ആൻഡ്രോയിഡ് 11 അധിഷ്ഠിതമായി റിയൽമിയുടെ സ്വന്തം യൂസർ ഇൻ്റർഫേസ് ആയിട്ടുള്ള റിയൽമി UI 2 ഈ ഒരു സ്മാർട്ട് ഫോൺ പ്രവർത്തിക്കുന്നത്. ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷനുകളെ കുറിച്ച് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഒന്നും അധികമായിട്ടില്ല എങ്കിലും സ്നാപ്ചാറ്റ്, സൊലൂപ്പ് പോലെയുള്ള ചില ആപ്ലിക്കേഷൻസ് ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ നെറ്റ്ഫ്ലിക്സ് പ്രീ ഇൻസ്റ്റാൾഡ് ആണെന്ന് കാണാം. ഫ്ലിപ്കാർട്ട് ഇതിനകത്ത് പ്രീ ഇൻസ്റ്റാൾ ആയിട്ട് വരുന്നുണ്ട്. ഒരുപാട് അധികമെന്ന് പറയാനില്ല, എന്നാലും തീരെ കുറവല്ലാത്ത രീതിയിൽ ആപ്ലിക്കേഷൻസ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുമുണ്ട്. ഇതിനകത്ത് അഡ്വർടൈസ്മെൻറ്റുകളുടെ ബുദ്ധിമുട്ടിക്കലുകൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഉണ്ടോ എന്ന് അറിയണമെങ്കിൽ കുറച്ച് ദിവസം ഈ ഒരു ഫോൺ കൃത്യമായിട്ട് ഉപയോഗിച്ചെങ്കിൽ മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ. ഈ ഒരു ഫോണിൻ്റെ ഡിസ്പ്ലേ സൂപ്പർ AMO LED ഡിസ്പ്ലേ ആയതുകൊണ്ടാകണം ഇതിനകത്ത് ഓൾവേസ് ഓൺ ഡിസ്പ്ലേ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇത്തരം ഒരുപാട് ഓപ്ഷനുകൾ അത് സെറ്റ് ചെയ്യാനായിട്ട് ഈ ഒരു ഫോണിനകത്ത് തന്നെ നൽകിയിട്ടുണ്ട്. അത്തരം ഓപ്ഷനുകൾ സെറ്റ് ചെയ്ത് അപ്ലൈ നൽകി കഴിഞ്ഞാൽ നമുക്ക് ഫോൺ ഇതുപോലെ സ്ക്രീൻ ഓഫ് ചെയ്ത് വെക്കുമ്പോഴും ഫോണിൻ്റെ ഡിസ്പ്ലേയിൽ ഇതുപോലെ നോട്ടിഫിക്കേഷനും ടൈമും കാര്യങ്ങളൊക്കെ ഇത്തരത്തിൽ ഫുൾ ടൈം തെളിഞ്ഞ് കാണുന്ന രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാനാകും. ഫോണിനകത്ത് ഫിംഗർ പ്രിൻറ്റ് സംവിധാനം ഇതുപോലെ ഇൻ ഡിസ്പ്ലേയിൽ തന്നെയാണ് നൽകിയിരിക്കുന്നത്. അത് വളരെ ഫാസ്റ്റാണ്. കണ്ടില്ലേ, ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഫോൺ അൺലോക്ക് ആവുന്നുണ്ട്. ഒന്ന് തൊട്ടാൽ മതി, കണ്ടില്ലേ, പെട്ടെന്ന് തന്നെ ഫോൺ അൺലോക്ക് ആവുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഫേസ് അൺലോക്കും. മുഖത്തിന് അടുത്തേക്ക് വരുമ്പോൾ തന്നെ ഫോൺ വളരെ ഫാസ്റ്റായിട്ടാണ് അൺലോക്ക് ആവുന്നത്. കണ്ടില്ലേ, വളരെ ഫാസ്റ്റ്.
അത് ഈ ഒരു ഫോണിനകത്ത് നമ്മൾ ഫേസ് അൺലോക്ക് രജിസ്റ്റർ ചെയ്യുമ്പോൾ ജസ്റ്റ് ഇതുപോലെ മുഖം കാണിക്കുമ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യുന്ന ഓപ്ഷൻ സമയത്ത് പോലും സാധാരണ ചില ഫോണുകൾക്ക് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് കുറച്ച് ടൈം എടുക്കും ഫേസ് റീഡ് ചെയ്യാനായിട്ടൊക്കെ. ആ രജിസ്റ്റർ ചെയ്യുമ്പോൾ തന്നെ മുഖം അല്പം കണ്ടപ്പോൾ തന്നെ അത് ഫുൾ രജിസ്റ്റർ ആവുകയും ചെയ്തു. എന്തായാലും ഫിംഗർ പ്രിൻറ്റും ഫേസ് അൺലോക്കും ഭയങ്കരമായിട്ടുള്ള ഫാസ്റ്റായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഫോണിൻ്റെ വീഡിയോ ക്വാളിറ്റിയെക്കുറിച്ച് പറഞ്ഞാൽ സൂപ്പർ അമോ LED ഡിസ്പ്ലേ ആണ് എടുത്ത്, അതുകൊണ്ട് തന്നെ ഒന്നും പറയേണ്ടതില്ല. മാത്രമല്ല HDR 10+ൻ്റെ സപ്പോർട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ സ്ക്രീൻ റിഫ്രഷ് റേറ്റെല്ലാം മാക്സിമം 120 ഹെഡ്സ് ഉണ്ട്. മൊത്തത്തിൽ ഓവറാൾ അതിൻ്റെ ഒരു വീഡിയോ ക്വാളിറ്റി ഈ ഒരു സൂപ്പർ അമോ LED ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ മികച്ച ഒരു ഡിസ്പ്ലേ തന്നെ നമുക്ക് ഇതിൽ നിന്ന് ആസ്വദിക്കാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ ബ്ലാക്ക് ഏരിയകളൊക്കെ ഡിസ്പ്ലേ നല്ല ബ്ലാക്ക് ആയിട്ട് തന്നെയാണ് കാണുന്നത്. മൊത്തത്തിൽ ഓവറാൾ മികച്ച ഒരു വീഡിയോ എക്സ്പീരിയൻസ് തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ സമ്മാനിക്കുന്നത്. സ്റ്റീരിയോ സ്പീക്കർ സംവിധാനമാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. മാത്രമല്ല ഡോൾബി അറ്റ്മോസ് എന്ന ഫീച്ചറും കൊടുത്തിട്ടുണ്ട്. മികച്ച സൗണ്ട് ഔട്ട്പുട്ട്, നല്ല വോളിയമുണ്ട്, നല്ല ക്വാളിറ്റിയുള്ള വോളിയമുണ്ട്. മാത്രമല്ല ആ ഒരു സ്റ്റീരിയോ സെപ്പറേഷനൊക്കെ അതിമനോഹരമാണ്. ബാലൻസിങ് എത്ര ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സ്പീക്കറിൽ നിന്ന് ഏകദേശം ഒരു 55%, 45% എന്ന രീതിയിൽ. ബോട്ടം ഫയറിങ്ങിനാണ് സ്പീക്കറിൽ നിന്ന് കൂടുതൽ സൗണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. ഇയർ പീസിൻ്റെ അടുക്കുള്ള സ്പീക്കറിൽ നിന്ന് ഒരു അല്പം കുറവ്, ഒരുപാട് വ്യത്യാസമൊന്നുമില്ല. ബാലൻസിങ് ഏതാണ്ട് ഓക്കെയാണ്. എന്നിരുന്നാലും ഒരു മികച്ച സ്റ്റീരിയോ സൗണ്ട് ഔട്ട്പുട്ട് തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ നൽകുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ മൊത്തത്തിൽ മികച്ച ഒരു മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് നമുക്ക് ലഭിക്കും. നല്ല സൂപ്പർ അമോ LED ഡിസ്പ്ലേയും മികച്ച ഈ ഒരു സൗണ്ട് ഔട്ട്പുട്ടും വരുമ്പോൾ മികച്ച ഒരു ദൃശ്യ ശ്രാവ്യ അനുഭവം ഈ ഒരു ഫോണിൽ നിന്ന് ലഭിക്കും. ഇതുപോലെ ഒരു അതിമനോഹരമായിട്ടുള്ള ബോക്സിനകത്താണ് Realme X7 Max എന്ന ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. ഇവിടെ 5G എന്ന് എടുത്ത് എഴുതിയിട്ടുണ്ട്, Realme എന്ന് വലുതായിട്ട് എഴുതിയിട്ടുണ്ട്. ബോക്സ് കണ്ടു കഴിഞ്ഞാൽ ഇവരുടെ പേരൻറ്റ് കമ്പനിയായിട്ടുള്ള OnePlusൻ്റെ ഫോണുകളൊക്കെ വരുന്ന ഒരു ബോക്സ് പോലെ, അല്ലെങ്കിൽ ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോൺ വരുന്ന ഒരു ബോക്സ് പോലെ തോന്നുന്നുണ്ട്. അതുപോലെ പ്രധാനപ്പെട്ട ഫീച്ചറുകളൊക്കെ ഇവിടെ ബോക്സിൻ്റെ ബാക്കിൽ എഴുതിയിട്ടുണ്ട്. അതും OnePlus ഫോണുകളിലെ ബോക്സിനെ ഓർമ്മിപ്പിക്കും. ഈ ഒരു ഫോണിൻ്റെ ബോക്സിനകത്ത് ഫോൺ കൂടാതെ എന്തൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ ഡയർ ടു ലീപ്പ് എന്ന് ഇതുപോലെ എഴുതിയിട്ടുണ്ട്, ഒരു പേപ്പർ ബോക്സ്. അതിനകത്ത് ഇതുപോലെ ഒരു സിം ഇജക്ടർ പിൻ, ആ ഒരു പേപ്പർ ബോക്സിനകത്ത് സേഫ്റ്റി ഗൈഡ്, ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡ്, ബാക്ക് കേസ്, അതും ഒരു ഗ്രേ ടോൺ ഉള്ളതാണ്, ക്വാളിറ്റിയുള്ള ബാക്ക് കേസ് ആണ്. 65 വാട്ടിൻ്റെ സൂപ്പർ ഡാർട്ട് ചാർജർ. ഓർക്കുക, ഫോൺ 50 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടാണ് ഉള്ളത്, പക്ഷേ ബോക്സിനോടൊപ്പം 65 വാട്ട് നൽകിയിരിക്കുന്നു. ചാർജിങ്ങിനായിട്ട് ഇത്തരത്തിലൊരു ടൈപ്പ് C ചാർജിങ് കേബിളും ഫോണിൻ്റെ ബോക്സിനോടൊപ്പം തന്നെ നൽകിയിട്ടുണ്ട്. അപ്പോൾ അടുത്തായിട്ട് ഈ ഒരു ഫോണിൻ്റെ പ്രൈസിംഗ് ആണ് അറിയേണ്ടത്. പക്ഷേ ആ ഒരു പ്രൈസിംഗ് പറയുന്നതിന് മുമ്പ് ഈ ഒരു ഫോൺ ജസ്റ്റ് ഞാൻ ഇതുപോലെ ഒന്ന് അൺബോക്സ് ചെയ്തപ്പോൾ ആ ഒരു ഫസ്റ്റ് ഇംപ്രഷനിൽ എനിക്ക് തോന്നിയതിൻ്റെ ഗുണങ്ങളും നേട്ടങ്ങളും കൂടി പറയാം. ഇതിനകത്ത് മികച്ച ഡിസ്പ്ലേ നൽകിയിരിക്കുന്നു, മികച്ച പെർഫോമൻസ് ഉള്ളൊരു സ്മാർട്ട് ഫോണാണ്, NFC സപ്പോർട്ടുണ്ട്, അതുപോലെ മികച്ച ഒരു ബാറ്ററി, അതും ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടുള്ള ഒരു മികച്ച ബാറ്ററി കൊടുത്തിട്ടുണ്ട്, നല്ലൊരു ക്യാമറ സെറ്റപ്പ് നൽകിയിട്ടുണ്ട്, സ്റ്റീരിയോ സ്പീക്കർ സംവിധാനം ഫോണിനകത്ത് നൽകിയിട്ടുണ്ട്. മാത്രമല്ല 3.5 mm ഓഡിയോ ജാക്ക് കൊടുത്തിട്ടുണ്ട്. തുടങ്ങിയ കാര്യങ്ങൾ ഈ ഒരു ഫോണിൻ്റെ ഹൈലൈറ്റ് ആയിട്ട് അല്ലെങ്കിൽ പോസിറ്റീവ് സൈഡുകളായിട്ട് എടുത്തു പറയുമ്പോൾ എനിക്ക് 1-2 കുറവുകൾ ഫീൽ ചെയ്തു. ഓർക്കുക, ഇതൊരു 25,000 മുകളിൽ പ്രൈസ് ബ്രാക്കറ്റിൽ വരുന്ന ഒരു സ്മാർട്ട് ഫോണാണ്. പക്ഷേ ഫോണിൻ്റെ ബാക്ക് സൈഡ് പ്ലാസ്റ്റിക് കൊണ്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഒരു 20,000 രൂപയിൽ പുറത്തുള്ള ഫോണുകളെല്ലാം ഞാൻ ആസ് എ കസ്റ്റമർ ബാക്കിൽ ഗ്ലാസ് ബോഡിയുള്ള ഫോണുകൾ പ്രതീക്ഷിക്കാറുണ്ട്. പക്ഷേ ഇതിനകത്ത് പ്ലാസ്റ്റിക് ബോഡിയാണ്. അത് ഗ്ലാസ് ആയിരുന്നുവെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുപോലെ എക്സ്റ്റേണൽ മെമ്മറി കാർഡ് ഇടാൻ സാധിക്കില്ല, അതും ഒരു ചെറിയ കുറവായിട്ട് എനിക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് തോന്നി. അതർവൈസ് ഒരു മികച്ച സ്മാർട്ട് ഫോൺ തന്നെയാണ് റിയൽമിയുടെ X7 Max. അതിൽ ഈ ഒരു മിൽക്കി വേ എന്ന കളർ വേരിയൻറ്റ് വേറിട്ട് നിൽക്കുന്നു. ആ ഒരു ഡിസൈൻ വൈസിൽ അല്ലെങ്കിൽ ആ ഒരു കാഴ്ച സുഖത്തിൽ വേറിട്ട് നിൽക്കുന്നു എന്ന് എടുത്ത് പറയട്ടെ. അപ്പോൾ അടുത്തായിട്ട് ഇതിൻ്റെ പ്രൈസിംഗ് ആണ്. പ്രധാനമായിട്ടും 2 വേരിയൻറ്റിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ ലഭ്യമാകുക. 8GB RAM 128GB ഇൻ്റർണൽ മെമ്മറി വേരിയൻ്റാണ് ബേസ് വേരിയൻറ്റ്. അതും മികച്ച ഒരു സ്പെക്ക് തന്നെയാണ്. ആ ബേസ് വേരിയൻറ്റിൽ തന്നെ 8GB RAM ലഭിക്കുന്നു എന്നുള്ളത്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 26,999 രൂപയാണ്. ഓർക്കുക, ഇത് റിയൽമിയുടെ X സീരീസ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ അല്ലെങ്കിൽ ഒരു ഫ്ലാഗ്ഷിപ്പ് കില്ലർ ലെവലിലുള്ള സ്മാർട്ട് ഫോണുകളാണ് റിയൽമി X7 സീരീസിൽ പുറത്തിറക്കുന്നത്. നേരത്തെ റിയൽമി X7 ഉണ്ടായിരുന്നു, X7 Pro ഉണ്ടായിരുന്നു, ഇപ്പോൾ X7 Max. അതുപോലെ ഇതിനകത്ത് ഹയർ വേരിയൻറ്റ് വന്നിട്ട്, അതായത് നമ്മൾ ഇന്ന് പരിചയപ്പെട്ടത് ഹയർ വേരിയൻ്റ് ആണ്, 12GB RAM 256GB വേരിയൻറ്റ്. ഇതിൻ്റെ വില 29,999 രൂപയാണ്. അപ്പോൾ മികച്ച പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള മികച്ച ഡിസ്പ്ലേ ഉള്ള മികച്ച ക്യാമറ പെർഫോമൻസ് ഒക്കെ നൽകുന്ന ഒരു സ്മാർട്ട് ഫോൺ റിയൽമി എന്ന ബ്രാൻഡിൽ ഇഷ്ടപ്പെടുന്നവർക്ക് വാങ്ങാവുന്ന ഒരു സ്മാർട്ട് ഫോൺ തന്നെയാണ് റിയൽമി X7 Max. അപ്പോൾ ഇതുപോലെ മനോഹരമായ മറ്റൊരു പ്രോഡക്റ്റിൻ്റെ വിശേഷമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ സ്റ്റേ സേഫ്, ബൈ.